ക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ അത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ്. ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ അന്വേഷക സംഘം, ഈ SIT, നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെ വന്നിട്ടുള്ള കാര്യം. പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ നിലക്ക് നടക്കട്ടെ. ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ്. അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പറഞ്ഞത്. അത് സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും, പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ടുപേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MP യും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ളയാളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? ഇതിനല്ലേ മറുപടി പറയേണ്ടത്? യഥാർത്ഥ പ്രശ്നം അതല്ലേ? എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെപ്പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുമോ? അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല.